ഞാൻ ഈ അടുത്ത് FBയിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പോസ്റ്റ് കണ്ടു. സ്ത്രീകൾക്ക് പറ്റിയ ഏറ്റവും നല്ല ജോലി ടീച്ചിങ് ആണ്. അതാവുമ്പോൾ ശരീരം കാണുന്ന രീതിയിലുള്ള മോഡേൺ വസ്ത്രങ്ങളൊന്നും ഉടുക്കാൻ പറ്റില്ല. നല്ല ഐശ്വര്യമുള്ള ഒതുക്കമുള്ള സാരി മാത്രമേ ഉടുക്കാൻ പറ്റൂ. അതുപോലെ വൈകിട്ട് വീട്ടിലെത്തിയാൽ ഭർത്താവിന്റെയും കുഞ്ഞിന്റെയും കാര്യങ്ങളെല്ലാം നോക്കാൻ പറ്റും. അവർക്ക് വെച്ചുണ്ടാക്കാനും അലക്കി കൊടുക്കാനും ഒക്കെ സമയം കാണും എന്നിങ്ങനെ പോകുന്നു ആ പോസ്റ്റ്. സംഭവം ഇതേ പോസ്റ്റ് ഞാൻ മറ്റു പല ഗ്രൂപ്പുകളിലും കണ്ടു. സംഗതി വൈറലാണ്. 500 മുതൽ 1000 വരെയൊക്കെയാണ് കമന്റ്സ്. അതാണെങ്കിൽ മൊത്തം പോസ്റ്റ്മാനെ കളിയാക്കിയും പരിഹസിച്ചുമുള്ള കമന്റുകൾ. എല്ലാവരും പോസ്റ്റ്മാനെ കണക്കിന് കൊട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പോസ്റ്റിന് നല്ല എൻഗേജ്മെന്റും ഉണ്ട്. ഇത് കണ്ടപ്പോൾ എനിക്കൊരു സംശയം, ഈ പോസ്റ്റ്മാൻ അറിഞ്ഞുകൊണ്ട് കളിച്ച കളിയല്ലേ എന്ന്. വളരെ ഒബ്വിയസ് ആയി മണ്ടത്തരം എഴുതി വെച്ചാൽ അത് കാണുന്ന കുറെ പേർ അയാളെ തിരുത്താനെത്തും. കുറെ കമന്റ്സ്, കുറെ ഷെയർസ്, അങ്ങനെ പോസ്റ്റ് നല്ല റീച്ച് ആകും, പേജ് റീച്ച് ആകും. ഈ ഒരു പരിപാടിക്ക് പറയുന്ന പേരാണ് റേജ് ബെയിറ്റിംഗ്. അതായത് കാണുന്നവരെ പ്രകോപിപ്പിച്ചും ക്രിഞ്ചടിപ്പിച്ചും അവരുടെ കോണ്ടന്റിലേക്ക് അട്രാക്ട് ചെയ്യുക. വ്യൂസ്, ഡിസ്ലൈക്ക് ഓർ ലൈക്ക്, കമന്റ്സ്, ഇതൊക്കെ ആളുകൾ ഇഷ്ടപ്പെട്ട് ചെയ്താലും വെറുത്ത് ചെയ്താലും ഒരേ എഫക്റ്റ് ആണ്. എൻഗേജ്മെന്റ് കൂടുതലാണെങ്കിൽ റീച്ച് കൂടും, പൈസ കൂടും. ഈ അടുത്ത് ഹിന്ദിയിൽ ക്രിഞ്ച് ക്രിയേറ്റേഴ്സ് എന്നൊരു യൂട്യൂബ് വീഡിയോ ഞാൻ കണ്ടിരുന്നു. ഇങ്ങനെ ആളുകളെ വെറുപ്പിച്ച് ഫേമസ് ആയി മാറിയ ചില ക്രിയേറ്റേഴ്സിനെ കുറിച്ചാണ് ആ വീഡിയോ. നല്ലൊരു വീഡിയോ ആണ്, നിങ്ങൾക്ക് കണ്ടു നോക്കാം. മലയാളത്തിൽ ഇതേപോലെയുള്ള കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഉണ്ടോ? റേജ് ബെയിറ്റിംഗ്, ക്രിഞ്ച് ക്രിയേറ്റേഴ്സ് എന്നൊക്കെ ഓർത്തപ്പോൾ എന്റെ മനസ്സിലേക്ക് വന്ന ചിലതുണ്ട്. ഒരു ഉദാഹരണം പറയാം. ISRO ചെയർമാനായിരുന്ന ഡോക്ടർ S സോമനാഥും ആറാട്ടണ്ണനും നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ ചെക്ക് ഇൻ ചെയ്യുകയാണെന്ന് കരുതുക. അവിടെയുള്ള മലയാളികളെല്ലാം ആറാട്ടണ്ണനെ തിരിച്ചറിയുന്നു, ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുന്നു. ഡോക്ടർ S സോമനാഥിനെ തിരിച്ചറിയുന്നുമില്ല, മൈൻഡ് ചെയ്യുന്നുമില്ല. ഇങ്ങനെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. കാരണം ഇങ്ങനെയൊരു അവസ്ഥയെപ്പറ്റി ആ വീഡിയോയിൽ പറയുന്നുണ്ട്. ഇന്ത്യൻ ഹോക്കി പ്ലെയറായ ഹർദീക് സിംഗ് ഇങ്ങനെ എയർ ഇന്ത്യയിൽ ചെക്ക് ഇൻ ചെയ്യുന്ന സമയത്ത് തൊട്ടടുത്തിരുന്നത് ഡോളി ചായ്വാല എന്ന ക്രിഞ്ച് ക്രിയേറ്ററാണ്. ആളുകളെല്ലാം ഈ ക്രിയേറ്ററിന്റെ കൂടെ ഫോട്ടോ എടുക്കുകയായിരുന്നു. ഹോക്കി താരത്തെ ആരും തിരിച്ചറിഞ്ഞില്ല. സത്യത്തിൽ ഇതൊരു പ്രശ്നമാണോ? ആളുകൾ ആരെ തിരിച്ചറിയണം, തിരിച്ചറിയരുത് എന്നതൊക്കെ അവരുടെ ഇഷ്ടമല്ലേ? തീർച്ചയായും അതെ. പക്ഷെ മറ്റേയാൾ എങ്ങനെ തിരിച്ചറിയപ്പെട്ടു, എന്ത് സ്കില്ലിന്റെ പേരിലാണ് അറിയപ്പെട്ടത് എന്ന് ചിന്തിക്കുമ്പോഴാണ് പ്രശ്നം. അപ്പൊ നമുക്ക് മനസ്സിലാകും ആളുകളുടെ വെറുപ്പാണ് അവരെ ഫേമസ് ആക്കിയത് എന്ന്. അവരെന്തെങ്കിലും ഒരു കാര്യം, അതും ക്രിഞ്ച് എന്ന് തോന്നിപ്പിക്കുന്ന ഒരു കാര്യം ചെയ്യുന്നു, അത് കാണുന്നവരിൽ വെറുപ്പുണ്ടാക്കുന്നു. കുറെ ആളുകൾ അത് കണ്ട് തെറി വിളിക്കുന്നു. അവർ വീണ്ടും സോഷ്യൽ മീഡിയയിൽ ഇതേപോലെ ക്രിഞ്ച് സാധനം ചെയ്യുന്നു. ആളുകൾ വീണ്ടും ദേഷ്യം വന്നിട്ട് അത് മുഴുവനും ഇരുന്ന് കണ്ട് തെറി വിളിക്കുന്നു. ഇതൊരു സൈക്കിളായി അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ കുറെ ആളുകൾക്ക് അവരോട് സഹതാപം തോന്നുന്നു. ആളുകൾ എന്തിനാണ് ഇവരെങ്ങനെ തെറി വിളിക്കുന്നത്? ഇഷ്ടമില്ലെങ്കിൽ കാണാതിരുന്നാ പോരെ എന്ന ചിന്ത മുതൽ കണ്ട് കുട്ടിശങ്കറിനോട് ഇഷ്ടം തോന്നുന്ന ആ പ്രതിഭാസം വരെ അങ്ങനെ പല കാരണം കൊണ്ട് ഇവരെ ഇഷ്ടപ്പെടാനും ആളുകൾ ഉണ്ടാകുന്നു. അങ്ങനെ അവർ ഫേമസ് ആകുന്നു. ഉപ്പും മുളകും ലൈറ്റ് എന്ന ചാനൽ ഇതിനൊരു ഉദാഹരണമാണ്. ആ ചാനലിൽ അവർ പറയുന്നതൊന്നും ആളുകൾക്ക് ഇഷ്ടമാകുന്നില്ല. മര്യാദയ്ക്ക് സംസാരിക്കാൻ പോലും അറിയാത്തവരാണ് ഫാമിലി വ്ളോഗുമായി വന്നിരിക്കുന്നത്. ഇതൊക്കെ ചിന്തിച്ച് അവരോട് കുറെ പേർക്ക് ദേഷ്യം തോന്നുന്നു. കുറെ പേർ വീഡിയോ കണ്ട് തെറി വിളിക്കുന്നു. ഉടനെ ആ ചാനലിലുള്ളവർ ആ തെറി വിളികളെ അഡ്രസ് ചെയ്തുകൊണ്ട് പുതിയ വീഡിയോ ഇടുന്നു. അത് കുറെ പേർ മുഴുവൻ കാണുന്നു. അവർ പറയുന്നത് കേട്ട് വീണ്ടും ദേഷ്യം വരുന്നു, വീണ്ടും കമന്റ്സ് ഇടുന്നു. അതങ്ങനെ തുടരുമ്പോൾ ഒരു ഫാമിലി വ്ളോഗ് ചെയ്യാൻ പോലും സ്കില്ലില്ലാത്തവർ കൂണ് പോലെ മുളച്ചു പൊന്തുന്ന ഈ ഫാമിലി വ്ളോഗുകൾക്കിടയിൽ നിന്ന് തിരിച്ചറിയപ്പെടുന്നു. അവരെ ഇന്റർവ്യൂ എടുക്കാൻ ആളുകൾ വരുന്നു. പ്രേക്ഷകരുടെ ഹേറ്റ് കൊണ്ട് അവർ ഫേമസ് ആകുന്നു. ഫാമിലിയിലെ ഏറ്റവും പേഴ്സണലായ കാര്യങ്ങൾ പോലും സോഷ്യൽ മീഡിയയിൽ അവരിടുന്നു. നല്ല വ്യൂസ്, നല്ല ഹേറ്റ്. അതിങ്ങനെ തുടരുമ്പോൾ ചിലർക്ക് തോന്നുന്നു അവർ പാവങ്ങളല്ലേ, നിഷ്കളങ്കരല്ലേ, അവരെ ഇങ്ങനെ തെറി വിളിക്കേണ്ടതുണ്ടോ? കള്ളത്തരവും മാനിപ്പുലേഷനും നന്നായി അറിയുന്ന വ്ളോഗേഴ്സ് മാന്യന്മാരായി വിലസുന്നു. ഇവർ നാട്ടിൻ പുറത്തുകാർ, നിഷ്കളങ്കർ, ഇവർക്ക് ഹേറ്റേഴ്സും. അങ്ങനെ അവരോട് സിമ്പതി തോന്നി തുടങ്ങുന്നു കുറച്ചു പേർക്ക്. അങ്ങനെ അവരും ഫേമസ് ആകുന്നു, അവർക്കും ഫാൻസ് ആകുന്നു. വേറൊരു ഉദാഹരണം അഞ്ജിത നായരാണ്. അഞ്ജിത നായർ ഇടുന്ന ക്രിഞ്ച് വീഡിയോസ് കാണാൻ ഇഷ്ടം പോലെ ആളുകളുണ്ട്. അത് ലൈംഗിക ദാരിദ്ര്യം മൂത്ത ചിലരാണ് എന്നാണ് ഞാൻ ആദ്യം കരുതിയതെങ്കിലും സംഗതി അങ്ങനല്ല. ക്യാമറയ്ക്ക് മുന്നിൽ അവരും അവരുടെ ചേച്ചിയും ഓടും. അപ്പോൾ ചിലതെല്ലാം ആടും. ഞെട്ടരുത് എന്നൊക്കെയുള്ള ചില ഡബിൾ മീനിങ് വർത്തമാനം. ആകെ മൊത്തം ക്രിഞ്ചോട് ക്രിഞ്ച്. ആ വീഡിയോയിൽ അവരുടെ വീട്ടിലെ ഒരു കൊച്ചുകുട്ടിയെയും അവർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സ്വാഭാവികമായും ഇത് കാണുമ്പോൾ ആളുകൾക്ക് ദേഷ്യം വരും. സ്വന്തം വീട്ടിലെ ചെറിയ കുട്ടിയെ ഇങ്ങനെ ഒരു ഡബിൾ മീനിങ് ഒക്കെ പറയുന്ന പുരുഷ പ്രേക്ഷകരെ ഉദ്ദേശിച്ചുള്ള വീഡിയോയിൽ ഉൾപ്പെടുത്തിയതിന്. അപ്പൊ അവർ അതിന് ദേഷ്യപ്പെട്ട് കമന്റ് ഇടും. പക്ഷെ അഞ്ജിത നായർ നിർത്തുമോ? ഇല്ല. ഇതേ ടൈപ്പ് വീഡിയോസ് ക്രിഞ്ച് തലക്കെട്ടുകളോടെ തുടർന്നുകൊണ്ടിരിക്കും. ചില ആളുകൾ ഇത് മുഴുവൻ കണ്ട് ദേഷ്യപ്പെട്ട് കമന്റ് ഇട്ടുകൊണ്ടിരിക്കും, ഡിസ്ലൈക്ക് അടിച്ചുകൊണ്ടിരിക്കും. സത്യത്തിൽ ഈ ദേഷ്യം കൊണ്ടുള്ള റേജ് ബെയിറ്റിംഗ് തന്നെയാണ് അവരും ഉദ്ദേശിക്കുന്നത്. അത് മനസ്സിലാകാതെ ആളുകൾ അവരെ തെറി പറഞ്ഞ് അവരെ ഫേമസ് ആക്കുന്നു. ക്രിഞ്ച് ക്രിയേറ്റേഴ്സ് എല്ലാവരും ഫേമസ് ആകുന്നതിന് പുറകിൽ വേറൊരു കാരണം കൂടിയുണ്ട്. ഞാൻ അവനേക്കാൾ എത്രയോ മികച്ചതാണല്ലോ എന്നൊരു ബോധം പ്രേക്ഷകരിൽ ഉണ്ടാക്കാനും അതുവഴി ഒരു സന്തോഷം കിട്ടാനും ഈ ക്രിഞ്ച് ക്രിയേറ്റേഴ്സ് പ്രേക്ഷകരെ സഹായിക്കുന്നുണ്ട്. അതായത് ഒരു ക്ലാസിസം അവിടെ
അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്, ഇവരൊക്കെ ലോ ക്ലാസ് എന്നൊരു തോന്നൽ. അതുകൊണ്ട് തന്നെ ഇവരെ ഇങ്ങനെ വളർത്തി നിർത്തി എന്നും സോഷ്യൽ മീഡിയയിലൂടെ കണ്ട് ആ തോന്നൽ നിലനിർത്തേണ്ടത് കുറേ ആളുകളുടെ ആവശ്യമാണ്. അറിഞ്ഞുകൊണ്ട് റേജ് ബെയിറ്റിംഗ് തന്ത്രം ഉപയോഗിക്കുന്നവരും അറിയാതെ മറ്റുള്ളവരുടെ റേജ് ബെയിറ്റിംഗിന് ഇരയാകേണ്ടി വരുന്നവരും ഉണ്ട്. അറിഞ്ഞുകൊണ്ട് ഇത് ഉപയോഗിക്കുന്നവരെ ട്രോൾ ചെയ്ത് ഫേമസ് ആക്കാതെ അവരെ അവഗണിക്കാൻ കഴിഞ്ഞാൽ അതാണ് നല്ലത്. അങ്ങനെയല്ലാത്തവരെ വല്ലാതെ അങ്ങ് ഹേറ്റ് ചെയ്ത് അവരെ നിരന്തരം പുറകെ നടന്ന് തെറി വിളിക്കുന്നത് കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. അത് അവരെയും നമ്മളെയും മാനസികമായി ബാധിച്ചേക്കാം. ഇപ്പൊ ഏതെങ്കിലും പുതിയ സിനിമ ഇറങ്ങുമ്പോൾ ആറാട്ടണ്ണന്റെ പല വേർഷനുകളിൽ കോമാളിത്തരവുമായി പല ആളുകൾ പ്രത്യക്ഷപ്പെടാറുണ്ട്. അതിൽ ആളുകളുടെ ഈ റേജ് ബെയിറ്റിംഗ് അറിഞ്ഞ് ആളുകളെ ദേഷ്യത്തിൽ വീഴ്ത്തി മുതലെടുത്ത് ഫേമസ് ആകാൻ ശ്രമിക്കുന്നവരും ഉണ്ടാകാം. അതുകൊണ്ടാകാം ഈ പ്രതിഭാസം ഇപ്പൊ ഇങ്ങനെ ശക്തമാകുന്നത്. നമ്മുടെ ദേഷ്യം കൊണ്ട് അവർക്ക് കിട്ടുന്ന അറ്റൻഷൻ നമ്മുടെ സ്നേഹം കൊണ്ട് കിട്ടുന്ന അറ്റൻഷനേക്കാൾ സ്ട്രോങ് ആകാം ചിലപ്പോൾ. ദേഷ്യവും ഭയങ്കര സ്ട്രോങ് ആയ ഒരു വികാരമാണല്ലോ. അപ്പൊ ചോദ്യം, ഈ റേജ് ബെയിറ്റിംഗിന് പോയി കൊത്താൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? ഇല്ലെങ്കിൽ അതിനെന്താണ് ചെയ്യേണ്ടത്? റേജ് ബെയിറ്റിംഗ് എന്ന് പറയുമ്പോൾ ഞാൻ ഈ പറഞ്ഞ ഉദാഹരണങ്ങൾ മാത്രമാണ് എന്ന് കരുതരുത്. FBയിലെ ചില പേജുകൾ നടിമാരുടെ പേരുകൾ മനഃപൂർവ്വം തെറ്റിച്ചു കൊടുക്കുന്നത് കാണാം. ഉദാഹരണത്തിന് ഹണി റോസ് ഉദ്ഘാടനം ചെയ്യുന്ന വീഡിയോയുടെ ക്യാപ്ഷനിൽ അന്നാരാജിന്റെ പേരിടും. അത് കാണുന്ന ആളുകൾ ദേഷ്യം വന്ന് കമന്റ്സ് ഇടും. ഒരു 4-5 കമന്റ്സ് യൂഷ്വലായി വരുന്നിടത്ത് 450 മുതൽ 500 കമന്റ്സ് കാണും. ഇത് വേറൊരു തരത്തിലുള്ള റേജ് ബെയിറ്റിംഗ് ആണ്. മോർ കമന്റ്സ് മീൻസ് മോർ എൻഗേജ്മെന്റ് എന്നാണ്. അപ്പൊ തെറി വിളിപ്പിച്ചും കമന്റ്സ് ഇടിപ്പിക്കണം. നല്ലത് പറഞ്ഞ് കമന്റ്സ് ഇടിക്കുന്നതിനേക്കാൾ എളുപ്പം ഇതാണല്ലോ. ചില കുക്കിംഗ് വീഡിയോകളിൽ മനഃപൂർവ്വം വൃത്തിയില്ലായ്മ കാണിക്കാറുണ്ട്. കഴുകാതെ പച്ചക്കറി മുറിക്കുക, വൃത്തിയില്ലാത്ത സ്ഥലത്തിരുന്ന് മാംസം കഴിക്കുക, വൃത്തിയില്ലാത്ത സിങ്ക് കാണിക്കുക, അങ്ങനെ പലതും. ഒരു സാധാരണ കുക്കിംഗ് വീഡിയോ കണ്ടാൽ മിണ്ടാതെ പോകുന്ന ആളുകൾ പോലും ഇത് കണ്ട് ദേഷ്യപ്പെട്ട് കമന്റ് ചെയ്തിരിക്കും. ഇതൊക്കെ പലപ്പോഴും അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന ട്രിക്കാണ്. ഒരു വീഡിയോയിൽ ഒരു സ്ത്രീ ഒരു പൊട്ടാറ്റോ കട്ടർ ഉപയോഗിച്ച് ഈസിയായി കിഴങ്ങ് കട്ട് ചെയ്യുന്നത് കാണിക്കുന്നുണ്ട്. ആളുകളെ കൊണ്ട് വാങ്ങിക്കലാണ് ഉദ്ദേശം. പക്ഷെ ആ വീഡിയോയിൽ അവർ വാങ്ങിയ സഞ്ചിയിൽ നിന്നും ഡയറക്റ്റായി കിഴങ്ങെടുത്ത് ഈ പൊട്ടാറ്റോ കട്ടറിൽ കഴുകാതെ വെക്കുകയാണ്. സ്വാഭാവികമായും ഇത് കണ്ട ആളുകൾ ട്രിഗേർഡായി അവർ ആ ദേഷ്യം പ്രകടിപ്പിച്ച് കമന്റ്സ് ഇട്ടു. വ്യൂസും കമന്റ്സും വിചാരിച്ചതിനേക്കാൾ എത്രയോ മടങ്ങ് കൂടി. തമാശ ഇതല്ല. ഒരാൾ നിങ്ങൾ എന്താണ് കിഴങ്ങ് കഴുകാതെ നേരെ കട്ട് ചെയ്യുന്നത് എന്ന് കമന്റ് ചെയ്തപ്പോൾ അവർ മറുപടി കൊടുത്തത് അത് ആളുകളെ ട്രിഗർ ചെയ്ത് ആ വീഡിയോയ്ക്ക് റീച്ച് കൂട്ടാനാണ് എന്നാണ്. ഒരു വീഡിയോ കാണുമ്പോൾ അത് ക്രിഞ്ചായി തോന്നുമ്പോൾ അത് സത്യത്തിൽ ഒരു റേജ് ബെയിറ്റിംഗ് അല്ലേ എന്നൊന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി. ഇപ്പറഞ്ഞ ഉദാഹരണങ്ങളൊക്കെ മനസ്സിൽ വെച്ച് അത്തരം വീഡിയോസ് അവഗണിക്കാൻ കഴിയുമെങ്കിൽ അതാണ് നല്ലത്. അതല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഇതൊരു റേജ് ബെയിറ്റ് ആണ് എന്ന് മനസ്സിലാക്കിയെങ്കിലും കാണാമല്ലോ. എന്താണ് ഈ റേജ് ബെയിറ്റ് എന്ന പരിപാടിയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം? കമന്റ് ബോക്സിൽ എഴുതുമല്ലോ. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.